സോ മില്ലിംഗ് കട്ടേഴ്സ്, അതായത് നമ്മൾ എന്തുപയോഗിച്ചാണോ കട്ട് ചെയ്യുന്നത് അല്ലെ, ദ ടൂൾ, മില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ടൂളാണ് നമ്മൾ എന്ത് പറയുന്നത്, മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മില്ലിംഗ് കട്ടേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ്. ഇപ്പോൾ ഞാൻ കുറെ മില്ലിംഗ് കട്ടേഴ്സിന്റെ പേര് എഴുതിയിട്ടുണ്ട് അല്ലെ. പ്ലെയിൻ മില്ലിംഗ് കട്ടർ, സൈഡ് മില്ലിംഗ് കട്ടർ, മെറ്റൽ സ്ലിറ്റിംഗ് സോ, ആംഗിൾ മില്ലിംഗ് കട്ടർ, എൻഡ് മില്ലിംഗ് കട്ടർ, ടീ സ്ലോട്ട് മില്ലിംഗ് കട്ടർ, ഫ്ലൈ മില്ലിംഗ് കട്ടർ ആൻഡ് ഫോംഡ് മില്ലിംഗ് കട്ടർ. സോ ഇത്രയും ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഡ്രിൽ ബിറ്റ്സ്, ട്വിസ്റ്റ് ഡ്രിൽ ഉണ്ട് അല്ലെ, ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രിൽസ് പഠിച്ചിട്ടില്ലേ അല്ലെ. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ഫ്ലൂട്ട് ഡ്രിൽ ഉണ്ട് അല്ലെ, ട്വിസ്റ്റഡ് ഡ്രിൽ ഉണ്ട്. സോ അതുപോലെ തന്നെ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ്. സോ എന്താണ് ഒരു കട്ടേഴ്സിന്റെ ഡിഫറൻസ്, എന്തൊക്കെയാണ് കട്ടേഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡിഫറെന്റ് ഫിഗേഴ്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, പ്ലെയിൻ മില്ലിംഗ് കട്ടറിന്റെ വ്യൂ ആണിത്, അതിന്റെ സൈഡ് വ്യൂ. ദെൻ സൈഡ് മില്ലിംഗ് കട്ടർ, സ്ലാബ് മില്ലിംഗ് കട്ടർ, ഓക്കെ, മെറ്റൽ സ്ലിറ്റിംഗ് സൂ, ആംഗിൾ മില്ലിംഗ് കട്ടർ. ഇത് നിങ്ങൾക്ക് വരച്ച് പഠിക്കണം, റൈറ്റ്. അപ്പൊ ഒരു മില്ലിംഗ് കട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ആ മില്ലിംഗ് കട്ടറിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഇത് വരയ്ക്കാൻ സിമ്പിൾ ആണ്. നമ്മുടെ കട്ടർ എവിടെയാണ് കട്ടിങ് ഡിഫറൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആംഗിൾ മില്ലിംഗ് കട്ടറും പ്ലെയിൻ മില്ലിംഗ് കട്ടറിലും എന്തൊക്കെയാണ് വ്യത്യാസം എന്നൊക്കെ അറിഞ്ഞാൽ, മെറ്റൽ സ്ലിറ്റിംഗ് സോ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ സിമ്പിളാണ്. ഓക്കെ, സോ these are the milling cutters, different types of milling cutters. അപ്പോൾ നമുക്ക് ഓരോ മില്ലിംഗ് കട്ടേഴ്സ് ആയിട്ട് നോക്കാം. Let's see what is a plain milling cutter. Plain milling cutter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be having a cylindrical shape. Okay, cylindrical shape ഉള്ള ഒരു കട്ടറാണ് plain milling cutter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, and has cutting tooth on its periphery. Okay, പെരിഫറിയിൽ ടീത്ത് ഉള്ള, പെരിഫറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പെരിഫറി? What do you mean by periphery? Periphery എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലോ, പോയോ? ഔട്ടർ സർഫേസ്. അതെ, സർഫേസ്, അതായത് നമ്മുടെ എഡ്ജിലുള്ള സർഫേസ് ഉണ്ടാവില്ലേ, ആ സർഫേസ് ആണ് നമ്മൾ പെരിഫറി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ നമ്മുടെ ഇത് ഈ ഒരു എഡ്ജില്ലേ, എഡ്ജിലുള്ള ആ ഒരു സർഫേസ്, അതായത് ഇതിപ്പോ ഒരു പിന്നെ വ്യൂ ആയത് ഫ്രണ്ട് വ്യൂ ആയിട്ട് കാണുന്നില്ല എന്ന് മാത്രം അല്ലെ, അതിന്റെ ഒറിജിനൽ വ്യൂ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലേ. അപ്പം ആ ഒരു പെരിഫറിയിലുള്ള പെരിഫറിയിൽ ടീത്ത് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലെയിൻ മില്ലിംഗ് കട്ടർ എന്ന് പറയും. ഓക്കെ, സോ നോർമലി ദ പ്ലെയിൻ മില്ലിംഗ് കട്ടേഴ്സ് ആർ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ദ പ്ലെയിൻ മില്ലിംഗ് കട്ടർ ഹാസ് ടീത്ത് ഓൺ ദ സർക്കംഫറൻഷ്യൽ സർഫേസ് അല്ലെങ്കിൽ പെരിഫറി എന്ന് പറയാം. ഓക്കെ, സോ ദ ടീത്ത് മേ ബി ഹെലിക്കൽ ഓർ സ്ട്രെയിറ്റ്. ഓക്കെ, ടീത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആവാം അല്ലെങ്കിൽ ഹെലിക്കൽ ആവാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫേസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ സ്പിൻഡിൽ. സോ ദീസ് ആർ യൂസ്ഡ് ഫോർ മെഷീനിങ് ഫ്ലാറ്റ് സർഫേസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ സ്പിൻഡിൽ. ഓക്കെ, അതായത് രണ്ട് ടൈപ്പ് ഉണ്ടാവാം ഡിപ്പെൻഡിങ് ഓൺ ദ ടീത്തിന്റെ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്കതിനെ സ്ട്രെയിറ്റ് ടീത്ത് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഹെലിക്കൽ ടീത്ത് എന്ന് വിളിക്കാം. അതായത് സ്ട്രെയിറ്റ് ടീത്ത് പ്ലെയിനിങ് കട്ടേഴ്സ് ഉണ്ട്, ഹെലിക്കൽ ടീത്ത് പ്ലെയിനിങ് കട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഹെലിക്കൽ ടീത്ത് പ്രൊഡ്യൂസസ് എ സ്മൂത്ത് സർഫേസ്. കൂട്ടത്തിൽ ഹെലിക്കൽ ടീത്ത് ആണ് സ്മൂത്ത് സർഫേസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് cutter is provided with a central bore and a keyway. Roughing cutters will have smaller number of teeth than finishing cutters for the same cutter diameter. ഇതൊക്കെയാണ് ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടറിന്റെ പ്രത്യേകത. ഞാനിപ്പോൾ ഈ എഴുതി ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് 100% അറിഞ്ഞിരിക്കണം. അതായത് ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടറിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാ പോയിന്റ്സും ഞാൻ ഇങ്ങനെ പോയിന്റ് വൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും എല്ലാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞാനിത് കുത്തിട്ട് എഴുതിയിരിക്കുന്നത്. സോ ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് എ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ഹാസ് കട്ടിംഗ് ടീത്ത് ഓൺ ദ സർക്കംഫറൻഷ്യൽ സർഫേസ് അല്ലെങ്കിൽ പെരിഫറി അല്ലെ. ടീത്ത് മേ ബി സ്ട്രെയിറ്റ് ഓർ ഹെലിക്കൽ. ഹെലിക്കലിലാണ് കൂടുതൽ സ്മൂത്ത് സർഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ്
ടീത്ത് എന്ന് സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റബ് കട്ടിങ്സ് ഒക്കെ, ലൈറ്റ് ആയിട്ടുള്ള കട്ടിങ്സിനൊക്കെയാണ്. ഇനി ഹെലിക്കൽ ടീത്ത് ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ വൈഡ് ആയിട്ടുള്ള കട്ടിങ്സിനെയൊക്കെയാണ്. ഓക്കെ, അങ്ങനെയാണ് പറയുക ശരി പറഞ്ഞാൽ. ദെൻ യൂസ് ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫേസ് അല്ലെ, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ സ്പിൻഡിൽ. ഊഹിക്കാൻ പറ്റുന്നില്ലേ, ഫ്ലാറ്റ് സർഫേസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ സ്പിൻഡിൽ. ആ ഒരു അങ്ങനെ ഒരു സർഫേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫേസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ സ്പിൻഡിൽ. ഓക്കെ, ആൻഡ് കട്ടർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ സെൻട്രൽ ബോർ ആൻഡ് എ കീവേ. കട്ടറിൽ നടുവിലായിട്ട് ഒരു ചെറിയൊരു ഒരു നമ്മുടെ ഒരു കീവേ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, അതായത് അത് കാണിച്ചു തരാം, നമ്മൾ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇതുണ്ടോ ഒരു ഇവിടെ ഒരു കട്ട് കണ്ടോ, സെൻട്രൽ ബോറിൽ ഇവിടെ ഒരു കട്ട് കണ്ടോ, ഇതിനെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. കാണുന്നില്ലേ? യെസ്, ഓക്കെ, ഇതിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, കട്ടർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ സെൻട്രൽ ബോർ ആൻഡ് എ കീവേ. റഫിംഗ് കട്ടർ, അതായത് ഇപ്പോൾ സെയിം ഡയമീറ്ററിലുള്ള രണ്ട് കട്ടർ എടുത്തു വിചാരിക്കുക, പ്ലെയിൻ മില്ലിംഗ് കട്ടർ എടുത്തു വിചാരിക്കുക. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റഫ് കട്ടേഴ്സും ഉണ്ടാവും, ഫിനിഷിംഗ് കട്ടേഴ്സും ഉണ്ടാവും. അതിൽ റഫ് കട്ടിംഗ് വിൽ ബി ഹാവിംഗ് സ്മോളർ നമ്പർ ഓഫ് ടീത്ത് ആൻഡ് ഫിനിഷിംഗ് കട്ടർ. റഫ് കട്ടിങ്ങിന് ടീത്ത് കുറവായിരിക്കും, ഫിനിഷ് കട്ടിങ്ങിനല്ല. ഒരു സെയിം കട്ടർ ഡയമീറ്ററിലുള്ള ഒരു രണ്ട് സെയിം കട്ടർ ഡയമീറ്ററിലുള്ള ഒരു റഫ് കട്ടറും ഒരു ഫിനിഷ് കട്ടറും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് കട്ടറിലായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, ഇതാണ് പ്ലെയിൻ മില്ലിംഗ് കട്ടറിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അതായത് ഇപ്പൊ ഈ സെൻട്രൽ ബോർ അല്ലെങ്കിൽ കീവേ എന്തിനാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ കീവേ എന്തിനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? എന്തിനായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രൽ ബോർ ആൻഡ് കീവേ ഒരു കട്ടറിന്റെ മേലെ എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. എന്തുകൊണ്ട് സെൻട്രൽ ബോർ അല്ലെങ്കിൽ കീവേസ് കട്ടറിന്റെ മേലെ, ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടറിന്റെ മേലെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 2 മാർക്കിനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സോ എന്താണ് അതിന്റെ റീസൺ? അതായത് നമ്മൾ ഈ പ്ലെയിൻ മില്ലിംഗ് കട്ടർ എവിടെയാ ഫിക്സ് ചെയ്യുന്നത്? where you are fixing this plain milling cutters. അതായത് നമ്മൾ എവിടെ ഇത് ടൂള് വെക്കുന്നു, എവിടെ വെക്കും? ബൈ യൂസിങ് എ ടൂൾ ഹോൾഡിംഗ് ഡിവൈസ്. നോർമലി ഇറ്റ് ഈസ് എ ആർബർ അല്ലെ. അപ്പം ആർബറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ആണ് ആ ഒരു ചെറിയ സ്ലൂട്ട് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കീവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ഫിക്സിംഗ് ദ കട്ടർ ടു ദ ആർബർ എന്ന് വേണേൽ പറയാം. ഓക്കെ, ഫോർ ഫിക്സിംഗ് ദ കട്ടർ ടു ദ ആർബർ this central bore and a keyway is provided in the cutter. Okay, ഇനി സ്ലാബ് മില്ലിംഗ് കട്ടർ. ശരിക്കും പറഞ്ഞാൽ ഈ സ്ലാബ് മില്ലിംഗ് കട്ടർ കാണാൻ പ്ലെയിൻ മില്ലിംഗ് കട്ടർ തന്നെയായിരിക്കും ഒരു ഏകദേശം. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് വിഡ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡയമീറ്റർ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞു ഈ ഹെലിക്കൽ ടീത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ ഹെലിക്കൽ ടീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് സ്ലാബ് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ. സോ വിഡ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡയമീറ്റർ. ഓക്കെ, ഓക്കെ. So in slab milling cutter, the width is greater than the diameter, helix angle is large, and cutter has less number of teeth. Okay, comparatively നമുക്ക് കട്ടറിന് വിഡ്ത്ത് വലിയ വിഡ്ത്തുള്ളതായിരിക്കും. ഓക്കെ, കട്ടറിന് എന്താണ് സ്ലാബ് മില്ലിംഗ് കട്ടർ വിഡ്ത്ത് കൂടുതലല്ലേ, കട്ടറിന് വിഡ്ത്ത് കൂടുതലാണ്, നമ്പർ ഓഫ് ടീത്ത് കുറവാണ് അല്ലെ. ലെസ് നമ്പർ ഓഫ് ടീത്ത് കമ്പയറിങ് ലെസ് നമ്പർ ഓഫ് ടീത്ത്, കൂടുതൽ ഹെലിക്സ് ആംഗിൾ. ഹെലിക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ അല്ലേ കട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഹെലിക്സ് ആംഗിൾ എന്ന് വിളിക്കുന്നത് അല്ലെ. സോ ആ ഹെലിക്സ് ആംഗിൾ വിൽ ബി ലാർജർ, ദെൻ കട്ടർ ഹാസ് എ ലെസ് നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, വിഡ്ത്ത് ഈസ് ഗ്രേറ്റർ. ഇങ്ങനെയുള്ള ഒരു കട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ലാബ് മില്ലിംഗ് കട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു നോച്ച്ഡ് ടീത്ത് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നോച്ച്ഡ് ടീത്ത് എന്നാ പറയാം, നോച്ച്ഡ് അല്ലെങ്കിൽ നിക്ക്ഡ് എന്ന് പറയും. ഓക്കെ, ദീസ് കട്ടേഴ്സ് ഹാവ് നിക്ക്ഡ് ടീത്ത് അല്ലെങ്കിൽ നോച്ച്ഡ് ടീത്ത് എന്ന് പറയും. ഓക്കെ, ഓക്കെ സർ. സോ നിക്ക്ഡ് ടീത്ത് ആണോ, നിക്ക്ഡ് ടീത്ത് ആണ് ഉണ്ടാവുക. ഓക്കെ, നോച്ച്ഡ് ടീത്ത് എന്നും കൂടി പറയും. ഓക്കെ, നൗ സ്ലാബ് മില്ലിംഗ് കട്ടറായി, പ്ലെയിൻ മില്ലിംഗ് കട്ടറായി. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കണ്ടാവും സ്ലാബ് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് മതിയോ, ഈ രണ്ട് മതി ഇത്രേ പഠിക്കാനുള്ളൂ എന്ന് വിചാരിക്കും. നമുക്ക് പൊതുവെ ഒന്നിക്കൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കട്ടേഴ്സ് മുഴുവനായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും 2 കട്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ
2 മില്ലിംഗ് കട്ടേഴ്സ് എടുത്തിട്ട് കമ്പയർ ചെയ്യാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 മില്ലിംഗ് കട്ടേഴ്സ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അങ്ങനെ പറയത്തുള്ളൂ. ഇനി ഒരു ഒറ്റ മില്ലിംഗ് കട്ടർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള 2 മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, മാക്സിമം 5 മാർക്സ് അപ് ടു 8 മാർക്സ് വരെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എഴുതേണ്ടി വരും. റൈറ്റ്. അപ്പൊ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇപ്പോൾ ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് മില്ലിംഗ് കട്ടേഴ്സ് എക്സ്പ്ലെയിൻ മില്ലിംഗ് കട്ടേഴ്സ്, ലിസ്റ്റ് ദ മില്ലിംഗ് കട്ടേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത്രയും മില്ലിംഗ് കട്ടേഴ്സ് ഉണ്ടെന്ന് എഴുതുക. എന്നിട്ട് ഏതെങ്കിലും ഒരു 2 മില്ലിംഗ് കട്ടേഴ്സ് എടുക്കുക. ആ 2 മില്ലിംഗ് കട്ടേഴ്സിന്റെ 2 ഫിഗർ വിത്ത് ഇത് കുറച്ച് പോയിന്റ്സ്. റൈറ്റ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനനുസരിച്ച് തന്നെ പഠിക്കുക. ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം. ബട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും നമ്മൾ മനസ്സിലാക്കുന്ന രീതിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ കാര്യങ്ങൾ മനസ്സിലായാൽ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കിപ്പം ഈ ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, ടീത്ത് വെരിഫറിയിലുണ്ട്. ഇത്രയും ഒരു പോയിന്റ്സ് ബൈ ഹാർട്ട് പഠിക്കുന്നതിന് നല്ലത് ഇത് മനസ്സിലാക്കി വെക്കുന്നതാണ്. ഓക്കെ, പ്ലെയിൻ മില്ലിംഗ് കട്ടർ. ഓക്കെ, അങ്ങനെ പഠിക്കുക. ഓക്കെ, ഡിഫറൻസ് എഴുതി പഠിക്കുക. അപ്പൊ കട്ടേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ കട്ടേഴ്സും കൂടി ഒരുമിച്ച് പഠിക്കുക, ഡിഫറൻസ് പഠിക്കുക. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. Okay, sir. Okay. Now let's go to side milling cutter. Okay, side milling cutter എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ ഇപ്പൊ ഈ ഒരു ഫിഗർ വരച്ചാണ്ടോ, ഇവിടെ ഒരു ഫിഗർ വെച്ചിട്ടില്ലേ, ഇത് ശരിക്കും പെരിഫറിയിൽ മാത്രമല്ല ഉള്ളിലോട്ടും ഉണ്ട് അല്ലെ, അതായത് സൈഡിലും ഉണ്ട് കട്ടിങ്. അപ്പം ആ ഒരു രീതിയിൽ വരുന്നതാണ് നമ്മളെ എന്താ പറയുക സൈഡ് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സൈഡ് മില്ലിംഗ് കട്ടർ. സോ സൈഡ് മില്ലിംഗ് കട്ടർ ഹാസ് എഡ്ജസ്, കട്ടിങ് എഡ്ജസ് on its periphery as well as on its sides. സൈഡ്സിലും ഈ സർഫേസിന്റെ പെരിഫറിയിലുള്ള ആ ഒരു എഡ്ജിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, കട്ടിങ് എഡ്ജസ് ഉണ്ടാവും. സോ ഓക്കെ, Okay, sir. okay, Okay, sir. okay, then it is mainly used for milling സ്ലോട്ട്സ് മില്ല് ചെയ്യാൻ. അതായത് നമുക്ക് ഈ കീവേ സ്ലോട്ട്സ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഈ സ്ലോട്ട്സ് മില്ല് ചെയ്യാനാണ് പൊതുവെ ഒരു സൈഡ് മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൈഡ് മില്ലിംഗ് കട്ടേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ മില്ലിംഗ് സ്ലോട്ട്സ്. ഓക്കെ, ഇനി ഒരു ഡീപ്പ് ആൻഡ് നാരോ സ്ലോട്ട്സ് അല്ലെങ്കിൽ സ്ട്രഗേർഡ് ടീത്ത് ഒക്കെ നമുക്ക് ഈ ഒരു സൈഡ് മില്ലിംഗ് കട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, so for milling this deep and narrow slots or keyways, this staggered teeth milling side milling cutter, staggered teeth side milling cutter എന്നാണ് പറയാ. ഒരു staggered teeth എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഓൾട്ടർനേറ്റ്, അത് ഈ നിങ്ങൾ ഈ കാണുന്നത് ഒരു staggered teeth ആണ്. അതായത് സൈഡ് മില്ലിംഗ് കട്ടറിന്റെ ഓൾട്ടർനേറ്റീവ് ടീത്ത്സ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ്. ഒരു സണ്ണം അപ്പുറമാണെങ്കിൽ ഒരു ടീത്ത് അപ്പുറമാണ്, ഒരു ടീത്ത് ഇപ്പുറമായിരിക്കും അല്ലെ, കാണുന്നില്ലേ? സോ ഇതിനെയാണ് നമ്മൾ സ്ട്രഗേർഡ് ടീത്ത് സൈഡ് മില്ലിംഗ് കട്ടർ എന്ന് പറയാം. നിങ്ങൾ സൈഡ് കാണുന്നത് ഒരു സ്ട്രഗേർഡ് ടീത്ത് സൈഡ് മില്ലിംഗ് കട്ടറാണ്. ഓക്കെ, ഈ സ്ട്രഗേർഡ് ടീത്ത് സൈഡ് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായോ? പിന്നെ സ്ട്രഗേർഡ് ടീത്ത് സൈഡ് മില്ലിംഗ് കട്ടർ യു ക്യാൻ സേ ലൈക്ക് ഓൾട്ടർനേറ്റീവ് ടീത്ത് ഇല്ലേ, ഇതിപ്പോ 2 ഓൾട്ടർനേറ്റീവ് ടീത്ത് അല്ലേ, 2 ഓപ്പോസിറ്റ് ഹെലിക്സ് ആംഗിൾ ആയിരിക്കും എന്ന് പറയാം. 2 ഓപ്പോസിറ്റ് ഹെലിക്സ് ആംഗിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ടീത്ത് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഒന്ന് ഹെലിക്സ് ആംഗിൾ അങ്ങോട്ട്, ഒന്ന് ഹെലിക്സ് ആംഗിൾ ഇങ്ങോട്ട് അല്ലേ. സോ ദീസ് ഓൾട്ടർനേറ്റീവ് ടീത്ത്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഹെലിക്സ് ആംഗിൾ. 2 ഓപ്പോസിറ്റ് ഹെലിക്സ് ആംഗിൾ, അതായത് 2 സൈഡിലോട്ട് ഇങ്ങനെ മാറിയിരിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്നല്ല, ഈ ഡിസൈനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ചിപ്സ് എന്തായാലും ക്രിയേറ്റ് ചെയ്യുമല്ലോ അല്ലെ. വി ആർ റിമൂവിങ് ദ മെറ്റൽസ് അല്ലെ. റിമൂവിങ് മെറ്റൽ ചെയ്യുന്ന സമയത്ത് ചിപ്സ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ചിപ്സിന് സ്പേസ് കൂടുതലായിരിക്കും പോവാൻ. ഓക്കെ, ചിപ്പ് സ്പേസ് കൂടുതലായിരിക്കും ഈ ഒരു ഡിസൈനിൽ, ചിപ്പ് സ്പേസ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ കുറവായിരിക്കും. ഈ 2 കാര്യങ്ങളാണ് ഈ സ്ട്രഗേർഡ് ടീത്തിനെ പറ്റിയിട്ട് അത്യാവശ്യം പറയാനുള്ള ഒരു പോയിന്റ്സ്. ഓക്കെ,
അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. സ്ട്രഗേർഡ് ടീത്ത് സൈഡ് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ടീത്ത്, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ്, ഓപ്പോസിറ്റ് ഹെലിക്സ് ആംഗിൾ പോലെ നിൽക്കുന്ന ടീത്തിനെയാണ് നമ്മൾ സ്ട്രഗേർഡ് ടീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് ഡിസൈനിൽ ചിപ്പിന്റെ സ്പേസ് ഇൻക്രീസ് ചെയ്യും, അതൊരു ഡിസൈനിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഓൾസോ വൈബ്രേഷൻ ഇസ് ലെസ്. ഓക്കെ, സോ പ്ലെയിൻ മില്ലിംഗ് കട്ടർ, സ്ലാബ് മില്ലിംഗ് കട്ടർ, സൈഡ് മില്ലിംഗ് കട്ടർ. ഇനി സ്ലിറ്റിംഗ് സോ. സ്ലിറ്റിംഗ് സോ, ഈ സോ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? സോ അതിന്റെ ടീത്ത് കണ്ടില്ലേ, ചെറുത് അല്ലെ, ചെറുത് ചെറിയ ചെറിയ ടീത്ത് ആയിരിക്കും അല്ലെ? അതുപോലെ ഇൻ ദിസ് കട്ടർ അങ്ങനെ സ്ലിറ്റിംഗ് സോ പോലെ കാണാനുള്ള കട്ടർ തന്നെയാണ്. അത് നോക്കിയോ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. കണ്ടോ, സ്ലിറ്റിംഗ് സോ. ഓക്കെ, ഈ ഒരു ടൈപ്പ്, ഈ ഒരു ഷേപ്പിലുള്ള കട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതായത് ആ ഒരു ടൈപ്പിൽ നമുക്ക് ടീത്ത്, അതായത് പെരിഫറിയിൽ മാത്രം, ഇതും പെരിഫറിയിൽ മാത്രമേ ഉള്ളൂ അല്ലെ, കാണുന്നില്ലേ? പെരിഫറിയിൽ മാത്രം ടീത്ത്. ഓക്കെ, അങ്ങനെ പെരിഫറിയിൽ മാത്രം ടീത്ത്സ് ആർ ഓൺ ദ പെരിഫറി ഓൺലി അല്ലെ? സോ in this cutter teeth are on the periphery only, and cutter width varies from 0.8 to 5 mm. Okay, sides are round concave to prevent them from rubbing work pieces. അതായത് വേറെ വർക്ക് പീസസുമായിട്ട് റബ്ബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ദി സൈഡ്സ് ആർ റൗണ്ട് കോൺകേവ് അല്ലെ, കോൺകേവ് റൗണ്ട് ഷേപ്പിലായിരിക്കും ഈ സ്ലിറ്റിംഗ് സോ ഉണ്ടാവുക. ഓക്കെ, കട്ടിംഗ് ഓഫ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലിറ്റിംഗ് സോ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു സാധാരണ സോ ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യും അല്ലെ, കട്ടിംഗ് ഓഫ് ചെയ്യാനല്ല അല്ലെ? ലൈക്ക് വൈസ് കട്ടിംഗ് ഓഫ് ഓപ്പറേഷൻ, മില്ലിങ്ങിൽ കട്ട് ചെയ്ത് മാറ്റേണ്ട ആ ഒരു ഓപ്പറേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്ലിറ്റിംഗ് സോ കട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഫിഗേഴ്സ് അല്ലെങ്കിൽ ആനിമേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു 3 ഡയമെൻഷണൽ വ്യൂ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കട്ടറിനെ പറ്റി മനസ്സിലാവും. ഓക്കെ, സോ കീപ് ദീസ് പോയിന്റ്സ് ഓൺ മൈൻഡ്. ഓക്കെ, ഇനി ആംഗിൾ മില്ലിംഗ് കട്ടർ. ആംഗിൾ മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ മില്ലിംഗ് കട്ടർ, സോ പേരിലുള്ള പോലെ തന്നെ അല്ലെ, മെഷീനിങ് ആംഗുലാർ സർഫേസ്. ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗുലാർ സർഫേസസ് മില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സും ഈ പറയുന്ന പോലെ സിംഗിൾ ആൻഡ് ഡബിൾ ആംഗിൾ കട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു സിംഗിൾ ആംഗിൾ കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണിക്കൽ സർഫേസിൽ മാത്രം ടീത്ത്, അതായത് സിംഗിൾ ആംഗിൾ കട്ടർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഡബിൾ ആംഗിൾ കട്ടർ ആണെങ്കിൽ ടീത്ത് 2 കോണിക്കൽ സർഫേസിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു കട്ടിങ്ങിനാണ് ആംഗിൾ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ കാണാൻ പറ്റും, ആംഗിൾ മില്ലിംഗ് കട്ടർ. ഓക്കെ, ആംഗിൾ മില്ലിംഗ് കട്ടർ ഈ സ്പൈറൽ ഗ്രൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ലാർജ് ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫേസിൽ അല്ലെ, ഒരു കോണിക്കൽ സർഫേസിലും ടീത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് മില്ലിംഗ് കട്ടർ ആണ് ആംഗിൾ മില്ലിംഗ് കട്ടർ. ഓക്കെ, ദിസ് ഇസ് എ സിംഗിൾ. ഞാൻ പറഞ്ഞില്ലേ, സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട് അല്ലെ? സിംഗിൾ മില്ലിംഗ് കട്ടർ ആൻഡ് ഡബിൾ മില്ലിംഗ് കട്ടർ. അത് ഒരു കോണിക്കൽ സർഫേസിൽ മാത്രമുള്ള അതിനെയാണ് നമ്മൾ സിംഗിൾ എന്ന് പറയുന്നത്. 2 ഫേസിലും ഉണ്ടെങ്കിൽ അതിനെ ഡബിൾ മില്ലിംഗ് കട്ടർ എന്ന് പറയും. ഓക്കെ, നമ്മള് ഡ്രില്ലറിൽ റീമറിലുള്ള നമ്മളെ ഒരു ഫ്ലൂട്ട്സ് എല്ലാം കണ്ടിട്ടില്ലേ? അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ആ ഒരു ഗ്യാഷ് 2 ടീത്ത് തമ്മിലുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിലുള്ള കട്ട്സ് അല്ലെ മില്ലിംഗ് കട്ടേഴ്സ് ഡ്രില്ലിങ്ങില് റീമറിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ പൊതുവെ ഈ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, angle milling cutters. Okay? Double angle milling cutters have V-shaped teeth on conical surface like that. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രില്ലേഴ്സ് റീമേഴ്സിൽ വേരിയസ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആംഗിൾ കട്ടേഴ്സ് ആർ യൂസ്ഡ് ടു കട്ട് gashes or flutes on
വേരിയസ് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾസ് ലൈക്ക് ഡ്രിൽസ്, റീമേഴ്സ്. ഈ ഡ്രില്ലും റീമറും ഒക്കെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് തന്നെയാണ് അല്ലേ. അത് നമ്മൾ ആലോചിക്കണം. നമ്മളൊരു ടൂൾ ഉണ്ടാക്കുന്നു, ആ ടൂൾ വെച്ച് നമ്മൾ വേറെ കട്ട് ചെയ്യുന്നു, പക്ഷെ ആ ടൂൾ ഉണ്ടാക്കിയത് തന്നെയാണ് അല്ലേ. എൻഡ് മില്ലിംഗ് കട്ടേഴ്സ്. എൻഡ് മില്ലിംഗ് കട്ടർ എന്താണ്? എൻഡ് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ ഓക്കെ, എൻഡ് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ പെരിഫറിയിലും എൻഡ് ഫേസിലും ടീത്ത് ഉണ്ടാവും. ഓക്കെ, പെരിഫറിയിലും എൻഡ് ഫേസിലും ടീത്ത് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് കട്ടറിനെയാണ് എൻഡ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ലൈക്ക് ദിസ് എൻഡ് മില്ലിംഗ് കട്ടേഴ്സ്. ഓക്കെ, എൻഡ് മില്ലിംഗ് കട്ടേഴ്സ്. എൻഡ് സൈഡ് ഇവിടുത്തെ ഒരു സൈഡ് ഉണ്ടാവും. ഈ ഒരു സൈഡിൽ, അതായത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രിൽ ബിറ്റിന്റെ സിംഗിൾ പോയിന്റ് കാണുന്നില്ലേ, അതേപോലെ മൾട്ടി പോയിന്റ് ഉള്ള ഒരു ഇങ്ങനെയുള്ള ഒരു കട്ടറിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ടാപ്പർ ഷാങ്കിളുള്ള എൻഡ് മില്ലിംഗ് കട്ടറും ഉണ്ട്, സ്ട്രെയിറ്റ് ഷാങ്കിളുള്ള എൻഡ് മില്ലിംഗ് കട്ടേഴ്സും ഉണ്ട്. റൈറ്റ്. സോ പെരിഫറി ടീത്ത് മേ ബി സ്ട്രെയിറ്റ് ഓർ ഹെലിക്കൽ. പെരിഫറിയിലെ ടീത്ത് സ്ട്രെയിറ്റ് ആവാം, ഹെലിക്കൽ ആവാം. അതായത് ഈ ടീത്ത് സ്ട്രെയിറ്റ് ആവാം, ഹെലിക്കൽ ആവാം. ഓക്കെ, സോ ദീസ് end milling cutters, okay, end milling cutters, the cutting teeth are on the periphery as well as on the end face. The peripheral teeth may be straight or helical. Okay, ഇനി നമ്മൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? end milling cutters used for cutting sliodes, grooves, keyways and machining narrow flat surfaces. ഈ ഒരു എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്, നമ്മൾ പല ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ് പഠിച്ചിട്ടില്ലേ? വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. നമ്മൾ ഒരു വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിലാണ് പൊതുവെ കോമൺലി നമ്മൾ എൻഡ് മില്ലേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരു വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിലാണ് നമ്മൾ കോമൺലി എന്ത് യൂസ് ചെയ്യുന്ന ഒരു എൻഡ് മില്ലിംഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ പെരിഫറൽ ടീത്ത് സ്ട്രെയിറ്റ് ആവാം, ഹെലിക്കൽ ആവാം എന്ന് പറഞ്ഞില്ലേ. ഈ ഹെലിക്കൽ തന്നെ നമുക്ക് ചിലപ്പം ഒരു റൈറ്റ് ഹാൻഡിലോട്ട്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടുള്ള ഹെലിക്കൽ ആവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടുള്ള ഹെലിക്കൽ ആവാം. അങ്ങനെയുണ്ട്. അതായത് ഹെലിക്സ് ആംഗിൾ ഇല്ലേ, ഹെലിക്സ് എന്ന് പറയുന്ന സാധനം അല്ലേ. ഈ ഹെലിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഷേപ്പിനല്ലേ ഹെലിക്കൽ എന്ന് പറയാം അല്ലെ. ഈ ഒരു ഷേപ്പിനല്ലേ നമ്മൾ ഹെലിക്കൽ എന്ന് പറയാം. ഇത് നമുക്ക് ഒന്നിക്കൽ റൈറ്റ് ഹാൻഡിലോട്ടാവാം, അല്ലെ തിരിച്ചാവാം. ഈ കാണുന്നതിന് തിരിച്ചാവാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടാവാം. അത് ഡിപ്പെൻഡിങ് ഓൺ നമുക്ക് ഏത് സൈഡ് ഡയറക്ഷൻ ആണ് റൊട്ടേഷൻ വേണ്ടതെന്നുള്ള അനുസരിച്ചിട്ട് നമുക്ക് കട്ടർ പ്രൊവൈഡ് ചെയ്യാന്നാണ് ശരിക്കും പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് കട്ടിംഗ് എൻഡ് മില്ലില് രണ്ട് പെരിഫറിയിലും പിന്നെ എൻഡ് ഫേസിൽ, നമ്മൾ കാണുന്ന എൻഡ് ഫേസിലും ടീത്ത്സ് ഉണ്ടാവും. ഈ ടീത്ത് തന്നെ ഈ പെരിഫറിയിലുള്ള ടീത്ത് സ്ട്രെയിറ്റ് ആവാം, ഹെലിക്കൽ ആവാം. ഈ ഹെലിക്കലിൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലോട്ട്, ഒന്നുകിൽ ഒരു ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഹെലിക്കൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടുള്ള ഹെലിക്കൽ എന്നുള്ള രീതിയിൽ കണ്ടുവരാറുണ്ട്. ഓക്കെ, these are used for cutting slots, grooves, keyways, etc. on narrow flat surfaces. വളരെ ചെറിയ നാരോ ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫേസസിൽ മെഷീൻ ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ്ലി ദീസ് എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. ഓക്കെ, now let's talk about face milling cutter. Okay, face milling cutter എന്താണ്? Face milling cutter, the cutting teeth inserted on the cutter board. Okay, cutter ബോഡിയിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ച പോലെ ഉള്ള ഒരു, ഓക്കെ, കട്ടിംഗ് ടീത്ത് ഇല്ലേ, ഇൻസേർട്ടഡ് ഓൺ ദ കട്ടർ ബോഡിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ച പോലെ ഉണ്ടാവും ഫേസ് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ. സോ ദീസ് ടീത്ത് പ്രൊജക്ട്സ് അല്ലെ എ ലിറ്റിൽ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി സോ ദാറ്റ് കട്ടർ എൻഡ് ഹാസ് എ കട്ടിംഗ് എഡ്ജസ്. ഓക്കെ, നമുക്ക് കട്ടറിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ബോഡീൻ്റെ ഉള്ളിൽ ചെറിയ കുറെ കട്ട്സ് ഉണ്ട് വിചാരിക്കും. അപ്പൊ ഇത് നമുക്ക് ചെറിയൊരു പ്രൊജക്ഷൻ പോലെ, ഓക്കെ, ടീത്ത് പുറത്തോട്ടുള്ള ചെറിയൊരു പ്രൊജക്ഷൻ പോലെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കട്ടറിനെയാണ് നമ്മൾ ഫേസ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് ഓഫ് ദ വർക്ക് പീസിന്റെ ഫേസ് ഇല്ലേ, ഫേസ് സൈഡ്, നമുക്ക് ആ ഒരു ഫേസ് സൈഡ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഫേസ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒന്നുകിലും നമുക്ക് ഈ കട്ടറില്ലേ, ഈ കട്ടറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ടാപ്പേർഡ് ഷാങ്കിളുള്ള കട്ടറാണ്. അപ്പം നമുക്കിത് ഡയറക്റ്റ്ലി മൗണ്ട് ചെയ്യാൻ പറ്റും ഓൺ ദ സ്പിൻഡിൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാർബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഫാബേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി വെക്കാൻ പറ്റും. ഒന്നിക്ക് നമ്മൾ ഡയറക്റ്റ്ലി സ്പിൻഡിലോട്ട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പോലെ ആബേഴ്സ് ഉപയോഗിച്ച് വെക്കാൻ പറ്റും. സോ ദീസ് ഫേസ് മില്ലിംഗ് കട്ടേഴ്സ് യൂഷ്വലി ഹാവ് എ ടാപ്പേർഡ് ഷാങ്ക്. ഓക്കെ, അതുകൂടി പറയാൻ പറ്റും. സോ ഇതാണ് നമുക്ക് ഫേസ് മില്ലിംഗ് കട്ടറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ എൻഡ് മില്ലിംഗ് കട്ടറില്ലേ, എൻഡ് മില്ലിംഗ് കട്ടർ ഞാനിപ്പോൾ ഇതാണ് എൻഡ് മില്ലിംഗ് കട്ടർ അല്ലേ, കാണുന്നില്ലേ? എൻഡ് മില്ലിംഗ് കട്ടർ ഇതേപോലെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ഏകദേശം ഇതേപോലെ എൻഡ് മില്ലിംഗ് കട്ടർ കൺസ്ട്രക്ഷൻ കാണുന്ന ഇതേപോലെ ഒരു ഡ്രില്ലർ എന്ന് പറയരുത്, കാരണം ഡ്രില്ലർ വ്യത്യാസമുണ്ട്. എൻഡ് മില്ലിംഗ് കട്ടറിൽ സെയിം രീതിയിൽ നിങ്ങളൊരു റീമർ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കാണിച്ചത് ഇതേപോലെ ഒരു ഏകദേശം കാണാൻ ഒരു ഏകദേശം സിമിലർ ആയിരിക്കും, കൺസ്ട്രക്ഷൻ ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പം അതിൽ നിന്ന് ഒരു എൻഡ് മില്ലിംഗ് കട്ടർ എങ്ങനെ വ്യത്യാസം വരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാന്ന് വിചാരിച്ചിട്ടാണ്. അതായത് റീമറിൽ കട്ടിങ് എഡ്ജസ് എൻഡ് ഫേസിൽ ഉണ്ടാവില്ല. ഓക്കെ, റീമറിൽ കട്ടിങ് എഡ്ജസ് എൻഡ് ഫേസിൽ ഉണ്ടാവില്ല, പക്ഷെ എന്തിലുണ്ടാവും? ഹാൻഡ് മില്ലിംഗ് കട്ടറിൽ ഉണ്ടാവും. ഓക്കെ, റീമറിൽ ജസ്റ്റ് പെരിഫറിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓക്കെ സർ. സോ ഫേസ് മില്ലിംഗ് കട്ടർ, ദെൻ സ്ലോട്ട് മില്ലിംഗ് കട്ടർ. അതായത് നമ്മുടെ പേരിലുള്ള പോലെ തന്നെ ടീ സ്ലോട്ട്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു മെഷീൻ ടേബിൾ ഫിക്സ്ചേഴ്സ് നമ്മൾ കാണുന്നില്ലേ, മെഷീൻ ടേബിൾ നമ്മൾ പറയാറുണ്ട് ടേബിൾ ഹാവ് എ ടീ സ്ലോട്ട് അല്ലെ. നമ്മൾ ഈ മെഷീൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മില്ലിംഗ് മെഷീനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് മെൻഷൻഡ് ദാറ്റ് ടീ സ്ലോട്ട്സ് ആർ ദെയർ, അല്ലെങ്കിൽ സ്ലോട്ട്സ് ആർ ദെയർ ഓൺ ദ ടീ ടേബിൾ അല്ലെ. സാഡിലിന്റെ മേലെ വെക്കുന്ന ടേബിളിൽ ഒരു ടീ സ്ലോട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലോട്ട്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ലോട്ട് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, used to produce tea slots for machining tables and fixtures. Okay, cutter is similar to the milling cutter, but it has a tapered shank. Okay, tapered shank ആണ് slot milling cutter ന് പൊതുവേ ഉണ്ടാവുക. Cutting teeth are on the periphery and also on the both sides. രണ്ട് സൈഡ്സിലും പെരിഫറിയിലും കട്ടിങ് വരുന്ന രീതിയിലാണ് സ്ലോട്ട് മില്ലിംഗ് കട്ടർ ഉണ്ടാവുക. Now fly cutter ആണ് നിങ്ങൾ ഈ കാണുന്നത്, ഫ്ലൈ കട്ടർ. ഓക്കെ, ഫ്ലൈ കട്ടർ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഈ ഒരു സെറ്റപ്പ് ആണ് ഫ്ലൈ കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫ്ലൈ കട്ടർ ഈസ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ്. സിംഗിൾ പോയിന്റ് ആയി ഫ്ലൈ കട്ടർ, സിംഗിൾ പോയിന്റ് ഉള്ള കട്ടർ അല്ലേ. അതായത് നമുക്കൊരു കൗണ്ടർ വർക്ക് പീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പ്രൊഡ്യൂസ് കൗണ്ടർ വർക്ക് പീസ്, ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് പീസിനുള്ള കൗണ്ടർ. ഇപ്പൊ ഹോളോ ഷാഫ്റ്റ് നിലനിൽക്കില്ലേ, ഹോൾ ഉണ്ടാവും ഷാഫ്റ്റ് ഉണ്ടാവും, കൗണ്ടേഴ്സ് അല്ലേ രണ്ടും. അതുപോലെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടർ വർക്ക് പീസസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൈ കട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് കട്ടേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൈ കട്ടർ ഉപയോഗിക്കുക. ഓക്കെ, സോ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ വിത്ത് എ കട്ടിംഗ് എഡ്ജ് formed to produce desired counter in the workpiece. Tool is attached to the arbor and rotated അല്ലേ. ടൂള് ആർബറിൽ അറ്റാച്ച് ചെയ്യുന്നു എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. യൂസ്ഡ് വെൻ സ്റ്റാൻഡേർഡ് കട്ടേഴ്സ് ആർ നോട്ട് അവൈലബിൾ. ഇനി ഫോം കട്ടർ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫോം ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അത് അല്ലെ, ഫോം ടൂൾ, ഫോം കട്ടർ എന്ന് പറയുന്നത്. സോ ഫോം കട്ടേഴ്സ് ഒരു ഫസ്റ്റ് വൺ ഈസ് കോൺവെക്സ് അല്ലെ, കോൺവെക്സ് ഫോം കട്ടർ എന്ന് പറഞ്ഞാൽ. സോ ടീത്ത് കേർവ്ഡ് ഔട്ട്വേർഡ് പെരിഫറി ആൻഡിൽ, പെരിഫറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് ഓൺ ദ പെരിഫറി ടീത്ത് ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും കേർവ്. ഓക്കെ, കേർവ്ഡ് ഔട്ട്വേർഡ് എന്ന് പറയാൻ പറ്റും. സോ ദിസ് കോൺവെക്സ് ഫോം മില്ലിംഗ് കട്ടർ ഹാസ് ടീത്ത് കേർവ്ഡ് ഔട്ട്വേർഡ് ഓൺ ദ പെരിഫറി പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോൺകേവ് ആയിട്ടുള്ള സെമി സർക്കുലർ സർഫേസസ് ഓൺ ദ വർക്ക് പീസ് ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയാണ് നമ്മുടെ കോൺവെക്സ് ഫോം മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷീൻ ഫ്ലൂയിഡ്സ് ഓൺ ഡ്രിൽ. ഓക്കെ, കോൺവെക്സ്. ഓക്കെ, കോൺവെക്സ് എന്ന് പറയുന്നത് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. കോൺവെക്സ് എന്ന് പറയുന്നത് ഞാൻ പതുക്കെ പറയുന്നതാണ്, വ്യത്യാസം മാറിപ്പോകാൻ പാടില്ല.
കോൺവെക്സ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് സെമി സർക്കുലാർ സർഫേസ്. കോൺകേവ്, ഓക്കെ. കോൺവെക്സ് നമ്മൾ ഫോം കട്ടറാണ് കോൺവെക്സ് ഫോം മില്ലിംഗ് കട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോൺകേവ് സെമി സർക്കുലർ സർഫേസ് ആണ് ഉണ്ടാവുക. ഓക്കെ, കാരണം ടീത്ത് പെരിഫറി എൻഡിൽ ഔട്ട്വേർഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി കോൺകേവിൽ വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഇറ്റ് ഹാസ് ദ ടീത്ത് കേർവ്ഡ് ഇൻവേർഡ് ഓൺ ദ പെരിഫറി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കോൺവെക്സ് സെമി സർക്കുലർ സർഫേസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, okay, it is a next one is gear tooth cutter. Okay, cylindrical cutter with the shape of cutting teeth as involutes or cycloids. അതായത് നമ്മുടെ ഗിയർ ടൂത്ത് പ്രൊഫൈൽ എങ്ങനെയാണോ ഉള്ളത് അത് അതേപോലെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് കട്ടർ. അതായത് നമ്മൾ എന്താണോ ടൂത്തിലുള്ളത് അത് അതേപോലെ ഡെപിക്ട് ചെയ്യും. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു കട്ടറാണ്. നമ്മൾ ഗിയറിന്റെ ടീത്തിന്റെ ഇൻവലൂട്ട് സൈക്ലോയിഡ് അതേപോലെ ഉണ്ടാകും. അത് അതേപോലെ ഡെപിക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോം കട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗിയർ ടൂത്ത് കട്ടർ എന്ന് വിളിക്കുന്നത്. സോ ഇത്രയും ടൈപ്സ് ഓഫ് കട്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതില് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഈ ഫിഗേഴ്സ് കാണാതെ ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നും അടിച്ചു നോക്കി കഴിഞ്ഞാൽ, ഗൂഗിളിൽ ഓരോ സംഭവങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാലും അതിന്റെ 3 dimensional pictures നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ലെറ്റ് മീ ഷോ യു സം one video. Okay, show you one video so that you can understand much more. Okay, milling cutter. ഞാൻ ആ പറയുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതായത് റീമറും എൻഡ് മില്ലിംഗ് കട്ടറും തമ്മിലുള്ള വ്യത്യാസം, അത് ഓർമ്മ വേണം കേട്ടോ. നമ്മളിപ്പോ ഒരു റീമർ കാണിച്ചിട്ട് നമുക്ക് കണ്ടാ പോരെ, കാണാൻ പറ്റുന്നില്ലേ? ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ്. നിങ്ങൾ ഫിഗേഴ്സ് കണ്ടോ? ഞാൻ എടുത്ത ഫിഗേഴ്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക മോസ്റ്റ്ലി. ഇതാണ് ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടർ അല്ലെ. സ്ലൂട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പെരിഫറിയിൽ മാത്രം. ഇതാണോ? ഇതിനെയാണ്. ഓക്കെ, പെരിഫറിയിൽ മാത്രമുള്ള കട്ടിങ് മനസ്സിലാവുന്നില്ല? ആ ഒരു അവരൊന്ന് ജസ്റ്റ് തിരിച്ചപ്പോ കാര്യം മനസ്സിലായില്ലേ? എന്താണ് പെരിഫറി എന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇപ്പൊ കാണുമ്പോ. ഹെലിക്കൽ പ്ലെയിൻ മില്ലിംഗ് കട്ടർ, ഹെലിക്കൽ സൈഡ് അല്ലെ, ഹെലിക്കൽ പ്ലെയിൻ മില്ലിംഗ് കട്ടർ. ഹെലിക്കൽ കട്ടിംഗ് എഡ്ജസ് അറ്റ് ആൻ ആംഗിൾ, ഒരു ആംഗിൾ 45 to 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഹെലിക്സ് ആംഗിൾ, ബെറ്റർ ഷിയറിംഗ് ആൻഡ് ഗുഡ് സർഫേസ് ഫിനിഷ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെലിക്കൽ ആണ് നമ്മൾ കുറച്ചുകൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ട്രാഗേർഡ് ടീത്ത് സ്ലൈഡ് മില്ലിംഗ് കട്ടർ അല്ലെ. സ്ട്രാഗേർഡ് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രാഗേർഡ് ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇതുണ്ടോ ഹെലിക്സിൽ മൂവ്മെന്റിൽ കണ്ടിട്ടില്ലേ സംഭവം? ഒന്നുകൂടി ജസ്റ്റ് ഇതുണ്ടോ, ഒന്നിങ്ങോട്ടും അല്ല അല്ലെ, കാണാൻ പറ്റുന്നല്ലേ? ആ ഒരു ടൈപ്പ് ഓഫ് ഹെലിക്സ് അല്ലെ ഉള്ളത് കട്ടറിനാണ് നമ്മൾ എന്താ പറയുക, ടീത്ത്സ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ആൾട്ടർനേറ്റീവ് ഹെലിക്സ് പാറ്റേൺ. ഓക്കെ, ആൾട്ടർനേറ്റീവ് ഹെലിക്സ് പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദിസ് പ്രൊവൈഡ് ഗ്രേറ്റർ ചിപ്പ് സ്പേസ്. ഞാൻ പറഞ്ഞ പോലെ കേട്ടാ, ഗ്രേറ്റർ ചിപ്പ് സ്പേസ് ഉണ്ടാവും. സൈഡ് മില്ലിംഗ് കട്ടർ, ഇന്റർലോക്കിംഗ് സൈഡ് മില്ലിംഗ് കട്ടർ, ഇതൊരു വെറൈറ്റി കട്ടർ ആണ്. ദീസ് കട്ടേഴ്സ് ആർ ഫോംഡ് ബൈ 2 halves ഓഫ് ദ സൈഡ് മില്ലിംഗ് കട്ടർ. സൈഡ് മില്ലിംഗ് കട്ടറിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലുള്ളതാണ്. ഓക്കെ, 2 സ്ട്രാഗേർഡ് ടീത്ത് ഒരുമിച്ച് വെച്ചിട്ടുള്ള കട്ടേഴ്സ് ആണ്. ഇത് സ്പെഷ്യൽ ടൈപ്പ്. അതായത് നമ്മൾ പഠിച്ചതിൽ നിന്ന് ഒരു എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഇത് 2 ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു കട്ടർ പോലെ. ഓക്കെ, സാധാരണ സൈഡ് മില്ലിംഗ് കട്ടർ നമ്മൾ ഇതിൽ എക്സ്ട്രാ കാണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കാണിച്ചാണ് ഇവർ. ഓക്കെ, metal sitting slew. Metal sitting slew are resemble to the plain milling cutter in appearance, but they have very small width. No, വളരെ ചെറിയ width ഉള്ള type of. These are used for parting of operation. പറഞ്ഞ പോലെ cutting of operation വേണ്ടിയിട്ടാണ്. Angle milling cutters. ഇതാണ് angle milling cutter എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, are designed to mill workpiece at an angle to the axis of rotation.
ആക്സിസ് ഓഫ് റൊട്ടേഷന് ആംഗിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടർ ആൻഡ് ഡബിൾ മില്ലിംഗ്. ഞാൻ പറഞ്ഞു അല്ലെ, സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടറും ഉണ്ട്, ഡബിൾ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സും ഉണ്ട്. സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടറാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, സിംഗിൾ ആംഗിൾ മില്ലിംഗ് കട്ടേഴ്സ്, റൈറ്റ്. Conical or angular face of the cutter, okay, has teeth on the conical or angular face. ഈ പോയിന്റ് ഓക്കെ അല്ലേ? This cutter cuts at an angle at one side. ഒരു സൈഡിൽ ആംഗിൾ കട്ട് ചെയ്യും, and other side 90 അല്ലേ, to the rotation of the axis. ഇനി ഡബിൾ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ, റൈറ്റ്? ആ ഫിഗറിലെ ഡിഫറൻസ് കണ്ടില്ലേ? യെസ്, ഓക്കെ. ഒരു വി ഷേപ്പ്ഡ് അല്ലേ, വി ഷേപ്പ്ഡ്. ഒരു സൈഡിൽ ആ വിന്റെ ഷേപ്പിൽ ഒന്ന് വ്യത്യാസമായിരിക്കും, രണ്ട് സൈഡും ആംഗിൾ ആയിരിക്കും. എൻഡ് മില്ലിംഗ് കട്ടർ അല്ലേ, കാണുമ്പോൾ നമുക്ക് റീമറൊക്കെ പോലെ തോന്നും, അല്ലെ ഡ്രില്ലറൊക്കെ പോലെ തോന്നും, പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ഫ്ലൂട്ട്സ് മാത്രമല്ല, ഇവിടെ സിംഗിൾ പോയിന്റ് അല്ല, കണ്ടോ, ഫേസിൽ കട്ടിങ് വ്യത്യാസമുണ്ട്. ഓക്കെ, സ്ഥിരമായിട്ട് എല്ലാവരും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ നമ്മുടെ ലാബ്, നിങ്ങൾക്ക് ഇപ്രാവശ്യം ലാബില്ലേ, ടൂളിന്റെ ലാബ് ഉണ്ട് അല്ലേ, മെഷീൻ ടൂൾസിന്റെ. ഇപ്പൊ ഇവിടെ ലെയ്ത്ത് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവുമല്ലോ. അതില് സ്ഥിരം നമ്മളിപ്പം ഇവിടെ ഒരു എൻ മില്ലിംഗ് കട്ടറും ഒരു ഡ്രിൽ ബിറ്റും എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഡ്രിൽ ബിറ്റാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ അത് പെട്ടെന്ന് വ്യത്യാസം വരുന്ന ഇതാണ്. ഫ്ലൂട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് മില്ലർ ഡ്രില്ലറാന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കാം. മില്ലിംഗ് കട്ടേഴ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് സ്ട്രെയിറ്റ് ഷാങ്ക് അല്ലെ, സ്ട്രെയിറ്റ് ഷാങ്കും ഉണ്ട്, ടാപ്പേർഡ് ഷാങ്കും ഉണ്ട്. tapered shank. This tapered shank can be directly mounted on the spindle with the help of a self-holding tapper. Directly hold ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് ഷാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, സാധാരണ സ്ട്രെയിറ്റ് ഷാങ്ക് ആണ്. ഷാങ്ക് സ്ട്രെയിറ്റ് ആയിരിക്കും. റൗണ്ട് ഷാങ്ക് ഫോർ ദ മൗണ്ടിങ് എൻഡ്. ഇനി അടുത്ത കട്ടർ ഷെൽ ആൻഡ് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ഇത് ഒരു സെയിം ഇപ്പൊ കണ്ട ടൈപ്പിന്റെ തന്നെ, അതായത് എൻഡ് മില്ലിംഗ് കട്ടർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ കുറച്ച് ഒരു സെൻട്രൽ ഹോൾഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ, ഒരു ഷോർട്ട് ആബറിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം വയ്ക്കുന്ന രീതിയിലുള്ള കട്ടറിനെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. ടീ സ്ലൂട്ട് മില്ലിംഗ് കട്ടർ, ടീ സ്ലൂട്ട് കട്ട് ചെയ്യുന്ന ചെറിയൊരു കട്ടർ അല്ലെ, കാണുമ്പോൾ ഒരു ഷാങ്ക് ഒക്കെ ഉള്ള കട്ടർ അല്ലെ, ഹാസ് സ്പെഷ്യൽ ഫോം ഓഫ് ദ എൻഡ് മിൽ പ്രൊഡ്യൂസിങ് ടീ സ്ലൂട്ട്. ഓക്കെ, ടീ സ്ലൂട്ട് മില്ലിംഗ് കട്ടർ. This cutter, the teeth are provided on the periphery as well as on the both sides of the cutter അല്ലെ. പെരിഫറിയിലും രണ്ട് സൈഡിൽ. പെരിഫറി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെ കട്ടിങ്ങിന്റെ ടീത്ത് വരുന്നതാണ്. ഇപ്പൊ ഇവിടെയും കട്ടിങ് എഡ്ജസ് ഉണ്ട്. ആ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? പെരിഫറിയും സൈഡും സെയിം ആണ്, പക്ഷെ ഇവിടെയും കട്ട് വരുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ ഇതിന്റെ വ്യത്യാസം? ടീത്ത് എങ്ങനെ വരുന്നു എന്നുള്ളത്. കാണാനല്ല ഒരുപോലെ ഉണ്ടെന്ന് തോന്നരുത്, അതാ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, ആ സമയത്ത് തന്നെ ക്ലിയർ ചെയ്ത് തരാം. Now you will see a fly milling cutter. ഫ്ലൈ കട്ടർ ഉണ്ടോ, ഒരു സിംഗിൾ പോയിന്റ് കട്ടർ ആണ്. ലൈക്ക് അതെങ്ങനെയാണ് സ്ക്രൂ ചെയ്യുന്നത്, അത് അതിന്റെ ഒരു സെറ്റപ്പ് കാണിക്കുക. റൈറ്റ്, സിംഗിൾ പോയിന്റ് കട്ടിങ് അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് an arbor. ഇത് ആബർ ആണ്, ആബറിന്റെ എൻഡിൽ. റൈറ്റ്, the set of screw are used to hold the cutting tool in place. Convex milling cutter. Okay, convex milling cutter ആണ്. concave അല്ലെ, ഔട്ട്വേർഡ് ആയിട്ട് അല്ല, ഇൻവേർഡ് ആയിട്ടുള്ള മില്ലിംഗ് കട്ടർ ആണ് കോൺവെക്സ് മില്ലിംഗ് കട്ടർ. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കോൺകേവ് അല്ലെ, കേർവ്ഡ് ഔട്ട്വേർഡ് ടീത്ത് ഉള്ളത്. ഇനി കേർവ്ഡ് ഇൻവേർഡ് ടീത്ത് ഉള്ളത് വേറെ. റൈറ്റ്, കോൺകേവ് മില്ലിംഗ് കട്ടർ ഉണ്ടോ, ഇൻവേർഡ് അല്ലേ, ഉള്ളിലോട്ടല്ലേ ഷേപ്പ്. ഓക്കെ,
ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയാസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു 3 ഡയമെൻഷണൽ പിക്ചേഴ്സ് ഒന്നും അല്ല നിങ്ങൾ വരയ്ക്കേണ്ടത്. നിങ്ങൾ നോട്ട് ഒരു ഈ പറയുന്ന പോലെ ജസ്റ്റ് ഷോയിങ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫിഗേഴ്സ്. ഓക്കെ, ഈ ഡയമെൻഷൻ, ഈ ഒരു 3 ഡയമെൻഷനിലൊന്നും വരയ്ക്കാൻ നിൽക്കരുത്. ഇതേപോലത്തെ ഫിഗേഴ്സ് ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഒരു മിനിറ്റ് ഞാനൊന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ.